ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യയുടെ നട്ടെല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രസ്ഥാനം എവിടെ നിന്നും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് വ്യക്തമാണ്. എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിലും ഇതിന്റെ ചരിത്രം നിലനിർത്താൻ ശ്രമിക്കുന്നതിലും വലിയ പങ്കാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത്. പ്രതിപക്ഷ നേതാവും 2024 ജൂൺ മുതൽ റായ്ബറേലിയിലെ ലോക്സഭാംഗവുമാണ് അദ്ദേഹം. കൂടാതെ 2 വർഷത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്നു. ഗാന്ധി നെഹ്റു കുടുംബത്തിലെ കണ്ണി എന്ന പാരമ്പര്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യധാരയിലേക്ക് വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നാൽ കുടുംബ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറത്തു വന്നിട്ടില്ലെന്ന ആക്ഷേപമാണ് ഈ നേതാവിന് എന്നും കേൾക്കാനാവുന്നത്. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാനാണ് എല്ലായ്പ്പോഴും മറ്റു മുന്നണികൾക്കിഷ്ടം. ഇത്തരത്തിലെ നിരവധി സംഭവങ്ങൾ ഇതിനകം അരങ്ങേറുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് പുറകോട്ടൊന്ന് പോയി നോക്കിയാൽ ഇതിനടിസ്ഥാനമായ നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എതിർ മുന്നണികളുടെ ഈ ഒരു മനോഭാവം ശരിവെക്കുന്ന സമാന സംഭവമാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ തിരുത്താനോ കഴിയാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത്. കൂടാതെ അത്രമാത്രം പ്രാധാന്യം നൽകിയാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ സ്ഥാനത്തെയും വാക്കുകളുടെ വിലയെയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ വയനാട് ജില്ലയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാഹുൽ ഗാന്ധിയെ ഓർത്തേ മതിയാവൂ. ഇതിനു മുൻപും ഇത്തരത്തിൽ പല ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിട്ടയാളാണ് രാഹുൽ ഗാന്ധി. അമൂൽ ബേബി, പക്വതയില്ലാത്തവൻ എന്നിങ്ങനെയുള്ള പേരുകളാണ് രാഹുൽ ഗാന്ധിക്ക് പലരും നൽകിയത്. എന്നാൽ അപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയെ ഒരുമിപ്പിക്കാനായി ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനും ഇതിലൂടെ രാഹുൽ ഗാന്ധി എന്ന നേതാവ് ശ്രമിച്ചു. AC ഇട്ട വാഹനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ട് ജനങ്ങളെ അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം എന്ന് പറയുന്നവർ പോലും ഇത്തരമൊരു കാര്യത്തിന് മുൻകൈ എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, ഇന്ത്യൻ തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയ്ക്കെതിരെ എക്സ്ക്ലൂസീവ് എവിഡൻസുമായി രാഹുൽ ഗാന്ധിയാണ് മുൻപോട്ട് വന്നത്. ബുദ്ധിയും അറിവുമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവരും അഹങ്കരിക്കുന്നവരും രാഹുൽ ഗാന്ധിയെ വില കുറച്ചു കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താനോ തെളിവുമായി ജനങ്ങളെ കാണാനോ സാധിച്ചില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എങ്കിലും കോൺഗ്രസ് ഒഴികെയുള്ളവർക്ക് രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും അമൂൽ ബേബി തന്നെയാണ്. കൂടാതെ ഇങ്ങനെയൊരു ടാഗ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ടതും അനിവാര്യമാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ വളർച്ചയെ ഇല്ലാതാക്കാൻ ഈ ടൈറ്റിൽ ഏറ്റവും നല്ലൊരു ആയുധമാക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ തിരിച്ചറിഞ്ഞാൽ ഇനി കോൺഗ്രസ് ആവും ഇന്ത്യയെ നയിക്കുക എന്ന പേടിയുമാവാം ഇതിനു പിന്നിലെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇനി എത്ര കാലം ഈ ടൈറ്റിൽ ഇട്ടുകൊണ്ട് മറ്റു നേതാക്കൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടതാണ്.